ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ബ്രഹ്മഗീത പാഠത്തിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രഹ്മഗീതയുടെ 4ാമത്തെ പാഠമാണ്. ഈ പാഠത്തിന്റെ പേര് സ്നേഹം എന്നാണ്. ഇന്ന് നമ്മൾ സ്നേഹത്തെക്കുറിച്ച് അല്പം കൂടുതലായി പഠിക്കാൻ പോവുകയാണ്. സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള വികാരമാണ്. എല്ലാവർക്കും അത് എടുത്ത് കാണിക്കാൻ സാധിക്കുന്നതല്ല, അത് തികച്ചും ആത്മീയമാണ്. സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ബന്ധുജനങ്ങളോടും മക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും ഒക്കെയുള്ള ആ ഒരു വികാരത്തെയാണ് സ്നേഹം എന്ന് പറയുന്നത്. എന്നാൽ സ്നേഹത്തിന് 3 ഭാവങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാവം എന്ന് പറയുന്നത് പ്രേമമാണ്, രണ്ടാമത്തേത് പ്രണയമാണ്, മൂന്നാമത്തേത് ഭക്തിയാണ്. പ്രേമം എന്ന് പറയുന്നത് നിഷ്കാമമായ സ്നേഹമാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ ഒരാളെ സ്നേഹിക്കുന്നത് തന്നെയാണ് പ്രേമം എന്ന് പറയുന്നത്. നമ്മൾ പ്രേമത്തെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു പുരുഷനോ സ്ത്രീയോ അല്ലെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പരസ്പരം സംസാരിച്ചാൽ തന്നെ പ്രേമമാണെന്ന് പറയുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ പറയും ആളുകൾ. അപ്പൊ അത് പ്രേമം എന്ന് പറയുന്നത് അങ്ങനെയല്ല, നിഷ്കാമമായി സ്നേഹിക്കുന്നതിനാണ് പ്രേമം എന്ന് പറയുന്നത്. സർവ്വചരാചരങ്ങളോട് നമുക്കുള്ള സ്നേഹത്തെയാണ് പ്രേമം എന്ന് പറയുന്നത്. പ്രണയം എന്ന് പറയുന്ന ഒരു പുരുഷൻ ഒരു സ്ത്രീയോട്, ഒരു സ്ത്രീക്കൊരു പുരുഷനോടോ തോന്നുന്ന ഒരു പ്രത്യേക വികാരമാണ്. അത് ഒന്നിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വികാരം തന്നെയാണ്. അതിനെയാണ് പ്രണയം എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് നമുക്ക് നമ്മളോട് തോന്നുന്ന പ്രണയത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ജീവനുള്ള സൃഷ്ടാവായ ഭഗവാനോട് തോന്നുന്ന ആ പ്രേമത്തെ അല്ലെ പ്രണയത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കൽ ആത്മപരിശോധന ചെയ്ത് നോക്കുക, അത് നമുക്ക് സ്നേഹവും പ്രേമവും പ്രണയവും ഭക്തിയും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന്. എങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ വിജയിച്ചു എന്ന് തന്നെ പറയാം. ഇനിയും ബൈബിളിൽ എന്താണ് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? കാരണം യേശുക്രിസ്തു സ്നേഹത്തിന്റെ അവതാരമായിരുന്നു. അദ്ദേഹം എന്താണ് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അദ്ദേഹം പറഞ്ഞ വചനം ഇതാണ്: എനിക്ക് പ്രവചനപരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനങ്ങളും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് ഇപ്പൊ എനിക്കായാലും പ്രവചനം എല്ലാം പ്രവചിക്കാനുള്ള വരം ഉണ്ടായിരുന്നാലും, അതുപോലെ ഞാൻ പ്രപഞ്ചത്തിന്റെ എല്ലാ രഹസ്യങ്ങളും ഗ്രഹിച്ചിരുന്നാലും, അതുപോലെ സകല ജ്ഞാനവും വിജ്ഞാനവും ഞാൻ നേടിയാലും, എനിക്ക് മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എന്നിൽ ഉണ്ടായിരുന്നാലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഇതെന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു വചനമാണ്. കാരണം ഇതിൽ പറഞ്ഞ മിക്ക കാര്യങ്ങളും ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ഈ സ്നേഹത്തിന്റെ ആ ഒരു ആഴം എനിക്ക് മനസ്സിലാവുന്ന ഈ ബൈബിൾ ഞാൻ പഠിച്ചപ്പോഴാണ്. ഇനി അടുത്തത്, ഞാൻ എന്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എന്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് യാതൊരു പ്രയോജനവുമില്ല. അപ്പൊ നമ്മുടെ ശരീരം നമ്മൾ വല്ല മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുത്താലോ നമ്മുടെ സ്വത്തെല്ലാം പാവങ്ങൾക്ക് എഴുതി കൊടുത്താലും ഒന്നും യാതൊരു പ്രയോജനമില്ല. നമുക്ക് സ്നേഹം വേണം. എല്ലാവരോടും ആ ഒരു അനുകമ്പ ഉണ്ടാവണം. സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ പ്രയോജനമുള്ളൂ. പിന്നെ സ്നേഹത്തിന്റെ ഗുണങ്ങൾ: സ്നേഹം ദീർഘക്ഷമയുള്ളതും ദയുള്ളതുമാകുന്നു. സ്നേഹമുള്ളവർ മറ്റുള്ളവരോട് ക്ഷമിക്കും, മറ്റുള്ളവർ ബോധതയെ ഉണ്ടായിരിക്കും. പിന്നെ സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, ദയുള്ളതാണ്. സ്നേഹം ഉള്ളവരെ മറ്റുള്ളവരോട് അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, സ്വന്തം കാര്യങ്ങൾ എപ്പോഴും പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നില്ല, സ്വയം പ്രശംസ. ആത്മപ്രശംസ എന്ന് പറഞ്ഞാൽ സ്വയം പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നതിന്. ആത്മപ്രശംസ ചെയ്യുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല, മറ്റുള്ളവരോട് മോശമായി ഒരിക്കലും പെരുമാറത്തില്ല സ്നേഹമുള്ളവര്. പിന്നെ അനീതിയിൽ സന്തോഷിക്കുന്നില്ല. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദുഃഖം വന്നാലും, മറ്റുള്ളവർക്ക് എന്തെങ്കിലും മോശപ്പെട്ട സമയം വന്നവർക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ടായാൽ അത് നോക്കി ചിരിക്കുക, അതില് സന്തോഷിക്കുക. അതൊന്നും സ്നേഹമുള്ളവർ ചെയ്യത്തില്ല. സ്നേഹമുള്ളവർക്ക് മറ്റുള്ളവരോട് അനുകമ്പയായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതാണ് സ്നേഹത്തിന്റെ ഗുണം. ഇത് നമ്മളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാകേണ്ട കാര്യങ്ങളാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും എവിടുന്നൊക്കെ എനിക്ക് വചനം കിട്ടിയാലും, ഏതൊക്കെ ഭഗവാന്മാർ എന്തൊക്കെ നല്ല കാര്യങ്ങൾ, ഏതൊക്കെ ഗ്രന്ഥത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ കിട്ടിയാലും ഞാൻ അതൊക്കെ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇതിന്റെ ഈ ഗുണങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ ഞാനിത് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളും ശ്രമിക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.